നമസ്കാരം. ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം സപ്താശീതിതമ സർഗഃ 87-ാം സർഗം. 87-ാം സർഗത്തിലെ 1 തുടങ്ങി 12 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് ഏകദേശമായ അർത്ഥമൊന്ന് നോക്കാം. 87-ാം സർഗത്തിലെ 1-ാമത്തെ ശ്ലോകം. ഗുഹസ്യ വചനം ശ്രുത്വാ ഭരതോ ഭൃശമപ്രിയം ധ്യാനം ജഗാമ തത്രൈവ യത്ര തച്ഛ്രുത്തമപ്രിയം. സുകുമാരോ മഹാസത്വാ സിംഹസ്കന്ധോ മഹാഭുജഃ പുണ്ഡരീകവിശാലാക്ഷസ്തരുണപ്രിയദർശനഃ. പ്രത്യാശ്വസ്യ മുഹൂർത്തം തു കാലം പരമദുർമനാഃ സസാദസഹസാ തോത്രൈർഹൃദി വിദ്ധ ഇവ ദ്വിപഃ. ഭരതം മൂർച്ഛിതം ദൃഷ്ട്വാ വിവർണവദനോ ഗുഹഃ ബഭൂവ വ്യഥിതസ്തത്ര ഭൂമികമ്പേ യഥാ ദ്രുമഃ. തദവസ്ഥം തു ഭരതം ശത്രുഘ്നോ അനന്തരസ്ഥിതഃ പരിഷ്വജ്യരുരോധോച്ചൈർവിസജ്ഞശോകകർഷിതഃ. തതഃ സർവാ സമാപേതുർമാതരോ ഭരതസ്യ താഃ ഉപവാസാകൃശാദീനാ ഭർതൃവ്യസനകർഷിതാഃ. താച്ഛതം പതിതം ഭൂമൗ രുദത്യപര്യവാരയൻ കൗസല്യാതനുസൃത്യൈനം ദുർമനാ പരിഷസ്വജേ. വത്സലാ സ്വയം യഥാ വത്സം ഉപഗുഹ്യ തപസ്വിനീ പരിപപ്രച്ഛ ഭരതം രുദതി ശോകലാലസാ. പുത്രവ്യാധിർനദേ കച്ഛിച്ഛരീരം പ്രതിബാധതേ അസ്യ രാജകുലസ്യാദ്യ ത്വദധീനം ഹി ജീവിതം. താം ദൃഷ്ട്വാ പുത്രജീവാമി രാമേ സഭ്രാതൃകേ ഗതേ വൃത്തേ ദശരഥേ രാജ്ഞാ നാഘയേകസ്ത്വമദ്യനാം. കച്ചിന്ന ലക്ഷ്മണേ പുത്ര ശ്രുതം തേ കിച്ഛിതപ്രിയം പുത്രേവാഹ്യേകപുത്രായ സഹഭാര്യേ വനം ഗതേ. സമുഹൂർത്തം സമാശ്വസ്യ രുദന്നേവ മഹായശാഃ കൗസല്യാം പരിസാന്ത്വേദം ഗുഹം വചനമബ്രവീത്. സപ്താശീതിതമ സർഗ 87-ാം സർഗത്തിലെ 1 തുടങ്ങി 12 വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ഇനി ഏകദേശമായ അർത്ഥമൊന്ന് നോക്കാം. ഒന്നാമത്തെ ശ്ലോകം.
ഗുഹസ്യ വചനം ശ്രുത്വാ ഭരതോ ഭൃശമപ്രിയം ധ്യാനം ജഗാമ തത്രൈവ യത്ര തച്ഛ്രുതമപ്രിയം. ധ്യാനം ജഗാമ തത്രൈവ യത്ര തച്ഛ്രുതമപ്രിയം. 87-ാം സർഗത്തിലെ 1-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ദുഃഖമുളവാക്കുന്ന ഗുഹവചസ്സുകൾ കേട്ടിട്ട് ഭരതൻ അപ്രിയ വചസ്സുകൾ കേട്ടിടത്ത് തന്നെ ചിന്താമഗ്നനായി ഇരുന്നു. അപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ശ്രീരാമനും ലക്ഷ്മണനും ജടയും വൽക്കലവും ഒക്കെ ധരിച്ച് കാട്ടിനുള്ളിലേക്ക് കടന്നതെന്നൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചല്ലോ. ഇപ്പോൾ ഗുഹൻ ഭരതനെയും ശത്രുഘ്നെയും അത് കേട്ടിട്ട് ഭരതൻ വളരെ ചിന്താമഗ്നനായി ദുഃഖക്രാന്തനായി അവിടെ ഇരുന്നു. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ടും ഭരതൻ്റെ ദുഃഖം മാറുന്നില്ല. ശ്ലോകം 2. സുകുമാരോ മഹാസത്വ സിംഹസ്കന്ധോ മഹാഭുജഃ പുണ്ഡരീകവിശാലാക്ഷസ്തരുണപ്രിയദർശനഃ. 2-ാമത്തെ ശ്ലോകവും 3-ാമത്തെ ശ്ലോകവും വായിച്ചർത്ഥം ഒന്നിച്ചു പറയാം. 3-ാമത്തെ ശ്ലോകം: പ്രത്യാശ്വസ്യ മുഹൂർത്തം തു കാലം പരമദുർമനാഃ സസാദ സഹസാതോത്രൈർ ഹൃദി വിദ്ധൈവ ദ്വിപഃ. 2-3 ശ്ലോകങ്ങളുടെ അർത്ഥം: സുകുമാരനും മഹാസത്വനും സിംഹസ്കന്ധനും മഹാഭുജനും പുണ്ഡരീക വിശാലാക്ഷനും പ്രിയദർശനനും തരുണനുമായ അദ്ദേഹം അല്പനേരം ഒട്ടൊന്ന് ആശ്വസിച്ചെങ്കിലും മനസ്സാകെ കലങ്ങി തളർന്നുപോയി, തോട്ടികൊണ്ട് മർമ്മത്തിൽ കുത്തേറ്റ ആനയെപ്പോലെ. ഭരതനാകെ അസ്വസ്ഥനായി. ശ്ലോകം 4. ഭരതം മൂർച്ഛിതം ദൃഷ്ട്വാ വിവർണവദനോ ഗുഹഃ ബഭൂവ വ്യഥിതസ്തത്ര ഭൂമികമ്പേ യഥാ ദ്രുമഃ. ശ്ലോകം 4ൻ്റെ അർത്ഥം: മൂർച്ഛിച്ചുപോയ ഭരതനെ കണ്ടിട്ട് ഗുഹനും ഭൂകമ്പത്താൽ വേരിളകിയ മരം പോലെ ആകെ ഉലഞ്ഞ് വിവർണവദനായി. ഈ പറഞ്ഞതൊന്നും വേണ്ടായിരുന്നു എന്നപ്പോൾ ഗുഹന് തോന്നിക്കാണും. ഈ വിവരങ്ങളെല്ലാം അറിയിച്ചത്. ശ്ലോകം 4. ശ്ലോകം 5. തദവസ്ഥം തു ഭരതം ശത്രുഘ്നോനന്തരസ്ഥിതഃ പരിഷ്വജ്യരുദോദോച്ചൈർ വിസജ്ഞശോകകർഷിതഃ. ശ്ലോകം 5ൻ്റെ അർത്ഥം: അടുത്ത് നിന്നിരുന്ന ശത്രുഘ്നൻ ഭരതൻ്റെ അവസ്ഥ കണ്ട് ആശ്ലേഷിച്ച് ഉച്ചത്തിൽ ദുഃഖാർത്തനായി സ്വയം മറന്ന് രോദനം ചെയ്തു. ശ്ലോകം 6. തതഃ സർവാ സമാവേതുർ മാതരോ ഭരതസ്യ താഃ ഉപവാസകൃശാദീന ഭർതൃവ്യസനകർഷിതാഃ. ശ്ലോകം 6ൻ്റെ അർത്ഥം: ഉപവാസത്താൽ ക്ഷീണിച്ചവരും ഭർതൃവിയോഗ ദുഃഖത്താൽ പീഡിതകളുമായ ഭരതമാതാക്കൾ എല്ലാവരും അങ്ങോട്ട് ഓടിച്ചെന്നു. ശ്ലോകം 7. താച്ഛതം പതിതം ഭൂമൗ രുദത്യ പര്യവാരയൻ കൗസല്യാതനുസ്യൈത്യൈനം ദുർമനാ പരിഷസ്വജേ. ഭൂമിയിൽ വീണ് കിടക്കുന്ന അവൻ്റെ ചുറ്റും അവർ കരഞ്ഞും കൊണ്ട് നിന്നു. വല്ലാതെ പരിതപിക്കുന്ന കൗസല്യയാകട്ടെ അടുത്തു ചെന്ന് കെട്ടിപ്പിടിച്ചു. കൗസല്യയ്ക്ക് ഭരതൻ്റെ അവസ്ഥ, ആ ദുഃഖം നല്ല പോലെ മനസ്സിലായിട്ടുണ്ടല്ലോ. ശ്ലോകം 8. വത്സലാസ്വം യഥാ വത്സം ഉപഗുഹ്യ തപസ്വിനീ പരിപപ്രച്ഛ ഭരതം രുദത്തി ശോകലാലസാ. ശ്ലോകം 8ൻ്റെ അർത്ഥം: ദുഃഖത്തിൽ മുഴുകി രോദനം ചെയ്തുകൊണ്ടിരുന്ന വത്സലയായ ആ തപസ്വിനി ഭരതനെ അണച്ചു പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു.
ശ്ലോകം 9. പുത്ര വ്യാധിർനകത്തെ കച്ചി ശരീരം പ്രതിബാധത്തെ അസ്യ രാജകുലസ്യ അദ്യ ത്വദധീനം ഹി ജീവിതം. 9ാമത്തെ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. പുത്രവ്യാധിർനതേ കച്ചി ശരീരം പ്രതിബാധത്തെ അസ്യ രാജകുലസ്യ അദ്യ ത്വദധീനം ഹി ജീവിതം. ശ്ലോകം 9ൻ്റെ അർത്ഥം. മകനെ, നിനക്ക് ശരീരത്തിന് വ്യാധിയൊന്നുമില്ലല്ലോ. ഈ രാജകുലത്തിൻ്റെ മുഴുവനും നിലനിൽപ്പ് നിന്നെ ആശ്രയിച്ചുകൊണ്ടാണ്. ശ്ലോകം 10. ത്വാം ദൃഷ്ട്വാ പുത്രജീവാമി രാമേ സഭ്രാതൃകേ ഗതേ വൃത്തേ ദശരഥേ രാജ്ഞ നാഥയേകസ്ത്വമദ്യനഃ. ശ്ലോകം 10ൻ്റെ അർത്ഥം. നിന്നെ കണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. രാമൻ ഭ്രാതാവോടുകൂടി അകലെ പോയിരിക്കെ മഹാരാജാവില്ലാത്ത അവസ്ഥയിൽ ഞങ്ങളുടെ ഒരേ ഒരു നാഥനാണല്ലോ നീ. ശ്ലോകം 11. കച്ചിന്ന ലക്ഷ്മണേ പുത്ര ശ്രുതം തേ കിഞ്ചിത് പ്രിയം പുത്രേവാഹ്യേകപുത്രായ സഹഭാര്യേ വനം ഗതേ. ശ്ലോകം 11ൻ്റെ അർത്ഥം. ഏകപുത്രനായ എൻ്റെ മകനും കാട്ടിലേക്ക് ഭാര്യയോടുകൂടി പോയവനുമായ രാമനെ പറ്റിയോ ലക്ഷ്മണനെ പറ്റിയോ അപ്രിയമായ വാർത്ത ഏതെങ്കിലും കേൾക്കുക ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെ കേട്ടിട്ടാണോ ഇങ്ങനെ ദുഃഖിക്കുന്നതെന്ന് കൗസല്യ സംശയിക്കുന്നു. ശ്ലോകം 12. സമുഹൂർത്തം സമാശ്വസ്യ രുദന്നേവ മഹായശാഃ കൗസല്യാം പരിസാന്ത്വേദം ഗുഹം വചനമബ്രവീത്. മഹായശസ്വിയായ ഭരതൻ കുറച്ചു നേരം കൊണ്ട് ആശ്വസിച്ച് കൗസല്യയെ കരഞ്ഞും കൊണ്ട് തന്നെ സാന്ത്വനിപ്പിച്ചു. എന്നിട്ട് ഗുഹനോട് ഇപ്രകാരം പറഞ്ഞു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.